ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് മുന്തിരിയിൽ ഈ ഒരു ടിപ്സ് ചേർത്ത് ജ്യൂസ് അടിച്ച് നല്ല കിടിലം ഒരു വെറൈറ്റി ടേസ്റ്റിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ഈ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 കിലോ മുന്തിരിയാണ് എടുത്തത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു മുന്തിരി ജ്യൂസ് ഒരു വെറൈറ്റി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അതിലേക്ക് ടിപ്സ് ആട്ടോ ഞാൻ ചേർക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് ഞാനിതാ 1.5 സ്പൂണ് കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 3 സ്പൂണ് പാൽപ്പൊടിയും പിന്നെ ഒരു 2.5 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു 2 മിനിറ്റ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇളം ചൂടുവെള്ളം ഒരു ഗ്ലാസ്സോരം ഞാനിതാ ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഏകദേശം നമ്മൾ ഇതുപോലെ ഇങ്ങോട്ട് 1 മിനിറ്റോളം ഇളക്കി കൊടുത്തതിന് ശേഷം കണ്ടില്ലേ, ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും കട്ടൊന്നും പിടിക്കാത്ത രീതിയിൽ അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. മിൽക്കി മേഡിൻ്റെ അതേ ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ടിപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി പായസത്തിനൊക്കെ വേണമെങ്കിൽ ഇതുപോലെ മിൽക്കി മേഡ് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇത്. നമുക്ക് ഒരാഴ്ച വെച്ചാലും കേടാവില്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കണം തന്നെ ഉള്ളൂ. അങ്ങനെ എന്നാൽ ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ വെക്കാതെ ഇങ്ങനെ ഒരു 5 മിനിറ്റോളം ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കോൺഫ്ലോറൊക്കെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് കടിക്ക് പിടിക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെ കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ ഇളക്കുമ്പോൾ ഈ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റിയിട്ട് ഇതിങ്ങനെ ഇതുപോലെ അങ്ങോട്ട് ആയി കിട്ടും കേട്ടോ. ഇത് കുറച്ചും കൂടി നമ്മൾ കട്ടിയാക്കി എടുക്കാനുണ്ട്. ഒരു 1 മിനിറ്റ് മതിയിട്ട് നമുക്ക് ഈ ഒരു ടിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷമായിട്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാൻ പോവുകയാണ്. ഇതൊന്നും കൂടി കട്ടിയാവിടെ ചൂടാറിയതിന് ശേഷം. അങ്ങനെ ഞാൻ ഇത് ചൂടാറ വെച്ച് ആ ഒരു സമയം കൊണ്ട് നല്ലൊരു കടലേറ്റും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരുപാട് മസാലകളോ ഒന്നും ചേർക്കാത്ത നല്ല കിടിലൻ കടലേറ്റാട്ടോ. ഒരു 5 മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു മൊരിഞ്ഞ കടലേറ്റ് പൊട്ടിപ്പോവുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നോമ്പുതുറ സമയത്തും പിന്നെ അതല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കടായി അടുപ്പത്ത് വെച്ചിനേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. പിന്നെ 3 സവാള ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതാ ഇട്ട് കൊടുത്തേണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് മസാലകളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. 1-2 മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ല കിടിലം കടലേറ്റായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി എന്നിട്ട് കളറ് മാറിയതിന് ശേഷം ഇതിലേക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് 1/2 സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി ഇട്ടോ. ഏകദേശം 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മതി. പിന്നെ കുറച്ച് 1/4 ടീസ്പൂണിൻ്റെ കീപ്പട്ടായിട്ട് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഏതായാലും പ്രശ്നമല്ല കേട്ടോ. അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ മഞ്ഞൾപ്പൊടി ഞാൻ ഈ ഒരു മസാല മല്ലിപ്പൊടിയിൽ ചേർത്ത് പൊടിച്ചതാട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണില്ലേ. അങ്ങനെ പൊടിക്കാത്തവരുണ്ടെങ്കിൽ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിതാ കുക്കറിൽ ഒരു 3-4 കേങ്ങ് ഇതുപോലെ ഒന്നങ്ങോട്ട് വിസിലടുപ്പിച്ച് വെച്ചിട്ടോ. അതും കൂടി ഇത് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തേനെ. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു മസാലക്കൂട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില, മല്ലിച്ചപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിനെ. പിന്നെ കുറച്ച് ബ്രെഡ് പൊടി ഉണ്ടല്ലോ, ഇതൊരു ഓപ്ഷണൽ കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കിടിലം കടലേറ്റ് പൊട്ടാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ബ്രെഡ് പൊടിയും കൂടി കൂട്ടിയിട്ട് ഒന്ന് മസാല കൂട്ടി നോക്കണ്ടേ. അപ്പോൾ കണ്ടില്ല, ഞാനിതാ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ അപ്പം അടപ്പുണ്ടല്ലോ അതിൽ വെച്ചിട്ടായിട്ടും ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തത്. ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്നൊക്കെ കാണിച്ചതാണ്. പിന്നെ കുറച്ച് റസ്ക് പൊടിയിലോ ബ്രെഡ് പൊടിയിലോ ഇതുപോലെ ഒരു മുട്ട ഒഴിച്ചിട്ട് അതിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്നങ്ങോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു കടലേറ്റ് റെഡി ആയിനെ. ഇതുപോലെ തന്നെ ചെയ്തെടുക്കണേ. കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓരോന്നോരോ പതുക്കെ ഇട്ട് കൊടുക്കണേ.
ഇനി 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ മറിച്ചിടുമ്പോൾ ഇതുപോലെ ഒന്ന് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ പൊട്ടാത്ത രീതി നല്ല കിടിലും കടലേറ്റ് തന്നെ നമുക്ക് കിട്ടും. അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങളെ കയ്യിൽ ബീഫ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഞാനതൊന്നും ചേർത്ത് കൊടുത്തില്ല. പെട്ടെന്നൊക്കെ ഒരു കടലേറ്റ് കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അങ്ങനെ നെരിഞ്ഞതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണ്ടേ. കുറേ സമയം വെച്ചാലും ഈ ഒരു നെരിച്ചിൽ നഷ്ടപ്പെടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു നേരത്തെ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാലോ അത് ചൂടാറിയതിന് ശേഷമായിട്ട് ഈ ഒരു ടിപ്സ് ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറെടുത്തിന് അതിലേക്ക് ഇട്ട് കൊടുത്തേണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തവി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാധാ പച്ചവെള്ളം മതി. അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കട്ടെ ചെയ്യുന്നത്. അടിപൊളിയാണ്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇത് പായസത്തിക്കും എല്ലാത്തിനും പറ്റിയ നമ്മൾ നല്ലൊരു അടപ്പുള്ള ഒരു ബോൾസിലാക്കി ആഴ്ച 2 ആഴ്ച വരെ കിട്ടും നമുക്ക് ഈ ഒരു ടിപ്സ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണ്ടേ. നമ്മളത് ജ്യൂസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് കൈക്ക് എടുത്ത് വെച്ച് എല്ലാവരും മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഫുള്ളിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു ടിപ്സും കൂടി ഏകദേശം 3-4 സ്പൂൺ ചേർത്ത് കൊടുക്കണ്ടേ. ഈ ഒരു ടിപ്സ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പാലോ ഒന്നും ആവശ്യമില്ല കേട്ടോ. പാൽപ്പൊടി പിന്നെ അതെല്ലാം ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുമേ. അങ്ങനെ 3-4 സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുന്തിരി കുറച്ച് പുളി ഉണ്ടാവുമല്ലോ, കുറച്ച് അധികം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കട്ടെ ചെയ്യുന്നത്. വെള്ളം നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കട്ടെ. അരക്കണ സമയത്ത് നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങോട്ട് അടിഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഐസ് ക്യൂബ് ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതാ നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് അരച്ചിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഈ ഒരു ജഗിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കിടില മുന്തിരി ജ്യൂസ് റെഡി ആയിന്. അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിങ്ങളൊരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മളെ കടലേറ്റും അതിൻ്റെ ഇടയിൽ റെഡി ആയിന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അത്ര തന്നെ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.